നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഈ ഒരു ഭാഗത്ത് ഗ്രീൻ ഡോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഹാക്കർക്ക് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ക്യാമറ ആക്സസ്, ഇമെയിൽ, കോൾ ഫോർവേഡിങ് ഇതൊക്കെ സിമ്പിളായിട്ട് എടുക്കാൻ വിധം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആ സെറ്റിങ്സിൽ എനേബിൾ ആക്കിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ഹാക്കർ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഭാഗത്ത് ഗ്രീൻ ഡോട്ട് അവിടെ കാണിക്കും. പക്ഷേ പേടിക്കേണ്ടതില്ല. വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ആ 6 സെറ്റിങ്സ് നിങ്ങൾ ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ ആ ഗ്രീൻ ഡോട്ട് അവിടെ നിന്ന് ഒഴിവാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകാതിരിക്കാനുമുള്ള 6 സെറ്റിങ്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കണം. അപ്പോൾ ആദ്യത്തെ സെറ്റിങ്സ്, നിങ്ങളുടെ ലൊക്കേഷൻ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ലൊക്കേഷൻ ഷെയറിംഗ് ആണോ എന്നതാണ് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ ആദ്യത്തെ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയ ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ലൊക്കേഷൻ കാണിക്കും. ഈ ലൊക്കേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഈ ഒരു മൊബൈൽ ഫോണിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിൽ ഡയറക്റ്റ് ഇവിടെ ഗൂഗിൾ ലൊക്കേഷൻ ഷെയറിംഗ് കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ സർവീസസ് പറഞ്ഞ ഒരു സംഭവം കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഗൂഗിൾ ലൊക്കേഷൻ ഷെയറിംഗ് കാണിക്കുക. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ ഒരു സെറ്റിങ്സ് എനേബിൾ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അങ്ങനെ എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു മെയിലുമായിട്ട് നിങ്ങളുടെ ഈ ഒരു മൊബൈൽ ഫോണിൽ ഷെയറിംഗ് ആണ്, അതായത് ലൊക്കേഷൻ ഷെയറിംഗ് ആണ്. അവർക്ക് നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ എവിടെ പോയാലും ഈ ഒരു മൊബൈൽ ഫോൺ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ആ ഒരു മൊബൈൽ ഫോണിൽ കാണിക്കുന്നതായിരിക്കും. ആ ഒരു ആക്സസ് ഇവിടെ എനേബിൾ ആണെങ്കിൽ അത് ഡിസേബിൾ ആക്കി കൊടുക്കുക. അതായത് പരിചയമില്ലാത്ത ഏതെങ്കിലും മെയിലേക്കാണെങ്കിൽ ഇതിവിടെ ശരിക്കും ഉപയോഗിക്കുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ 2 കാറുകളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ഷെയറിങ് മറ്റൊരു കാറിൽ പോകുന്ന ആ ഒരു വ്യക്തിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മുമ്പിൽ പോകുന്ന കാർ ഏത് ഭാഗത്തൂടെയാണ് പോകുന്നത് എന്നുള്ള ഈ ഒരു മൊബൈൽ ഫോണിൽ നോക്കിയിട്ട് അങ്ങനെയാണ് ഈ ഒരു ലൊക്കേഷൻ ഷെയറിങ്ങുള്ള ഓപ്ഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും മെയിൽ, നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും മെയിൽ എനേബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ ഷെയറിങ്ങുള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ്, നിങ്ങളുടെ മെയിൽ ഏതെങ്കിലും ഡിവൈസിൽ, നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ഡിവൈസിൽ കണക്റ്റഡ് ആണോ, ആ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം മുകളിൽ പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും. ആ പ്രൊഫൈൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആരോ കാണിക്കും. ആ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മറ്റ് ജിമെയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ കാണിക്കും. നിങ്ങളുടെ മെയിൻ ഇമെയിൽ ഏതാണോ എല്ലാ മെയിലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഏതെങ്കിലും ഒരു മെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു ഭാഗത്താണ്, ഇവിടെയാണ് എത്തിപ്പെടുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സെർച്ച് ബാർ. ഈ സെർച്ച് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഓൾ ഡിവൈസസ് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. ഓൾ ഡിവൈസസ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിവൈസസ് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയി വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ മറ്റേതെങ്കിലും ഡിവൈസ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു മൊബൈൽ ഫോൺ പോക്കോ ആണ്. ഇതിൽ നിന്നും ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ ഒരു ക്യാമറ എടുക്കുന്ന എൻ്റെ ഒറിജിനൽ മൊബൈൽ ഫോൺ iQOO Neo 9 Proയിൽ കണക്റ്റഡ് ആണ് ഈ മെയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഡിവൈസ് ആണെങ്കിൽ ആ ഒരു ഡിവൈസിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമല്ലോ. ഇതിപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഡിവൈസ് ആണെങ്കിൽ ആ ഡിവൈസിൻ്റെ ആരിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് ഒരു അക്കൗണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെ പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഏതെങ്കിലും മൊബൈൽ ഫോൺ ഈ മെയിൽ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ഡിവൈസിൽ കണക്റ്റഡ് ആണെങ്കിൽ ഇത്തരത്തിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഡിവൈസസ് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈൻ ഔട്ട് ചെയ്യൽ നിർബന്ധമാണ്. സൈൻ ഔട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാം. ഇനി മൂന്നാമത്തെ സെറ്റിങ്സ്, നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ ഏതെങ്കിലും നമ്പറിലേക്ക് കോൾ അവർക്ക് കേൾക്കുന്നുണ്ട്, കോൾ ഫോർവേഡ് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയൽ പാഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് *#21# അങ്ങനെ ഡയൽ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കോൾ ചെയ്യുക. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പോപ്പപ്പ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ കാണാൻ സാധിക്കും വോയിസ് നോട്ട് ഫോർവേഡഡ് ആണ്, എല്ലാം നോട്ട് ഫോർവേഡഡ് ആണ്. ഇനി കോള് നോട്ട് ഫോർവേഡിങ് അതൊക്കെ നോട്ട് ഫോർവേഡഡ് ആണ്. ഇനി നോട്ട് ഫോർവേഡ് അല്ല, ഇനി മറ്റൊരാൾക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് മൊത്തത്തിൽ ഇറേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് മുമ്പ് ഞാൻ ഇറേസ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ നോട്ട് ഫോർവേഡ് ഇപ്പം കാണിക്കുന്നത്. ഇനി മൊബൈൽ ഫോണിലേക്ക് കോൾ ഫോർവേഡ് പോകുന്നുണ്ടെങ്കിൽ അത് ഇറേസ് ചെയ്യാനുള്ള ഡയൽ പാഡ് നമ്മൾ ഡയൽ ചെയ്യേണ്ടത്
002# എന്ന് ഡയൽ ചെയ്യുക. അങ്ങനെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നോട്ട് ഫോർവേഡ് ഉള്ളത് നമുക്ക് മൊത്തത്തിൽ ഇറേസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കുറച്ച് ടൈം കഴിഞ്ഞാൽ ആ ഒരു പോപ്പ് നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നതായിരിക്കും. ഇവിടെ കണ്ടില്ലേ, കോൾ ഫോർവേഡിങ് ഇറൈസ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു വെക്കണം. ഇനി നാലാമത്തെ സെറ്റിങ്സ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇവിടെ പച്ച ഡോട്ട് ഗ്രീൻ ഡോട്ട് കാണിക്കാനുള്ള കാരണം ക്യാമറയും മൈക്രോഫോണും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നിങ്ങൾ അലോ ചെയ്തത് കൊണ്ടാണ്. അത് നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കുറച്ച് താഴെ സ്ക്രോൾ ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതിൽ കാണിക്കുന്നത് പ്രൈവസി പ്രൊട്ടക്ഷൻ എന്ന സെറ്റിങ്സ് ആണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ പെർമിഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ പെർമിഷൻ അലോ ചെയ്തോ ഒക്കെ ഇവിടെ കാണിക്കും. നമുക്ക് വേണ്ടത് ഇപ്പോൾ നിലവിൽ ഇവിടെ ക്യാമറ കാണാൻ സാധിക്കും. ക്യാമറ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏതൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലാണ് ഇത്രയും ആപ്ലിക്കേഷനിൽ ക്യാമറ, ഗൂഗിളിൽ, അതുപോലെ തന്നെ മെസ്സേജിങ്, വാട്സപ്പ്, യൂട്യൂബ് ആവശ്യമില്ലാത്തതിലൊക്കെ യൂട്യൂബിലേക്ക് കയറിയിട്ട് പിന്നെ അലോ എന്നുള്ളത് ഒഴിവാക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ക്യാമറ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മൈക്രോഫോണും ഇത്തരത്തിൽ തന്നെ ചെയ്യണം. കാരണം ഈ മൈക്രോഫോൺ ഇത്രയും 4-8 പിന്നെ ആപ്ലിക്കേഷനിൽ അലോ ആണ്. ആവശ്യമില്ലാത്തത് എടുക്കുക. നിങ്ങളുടെ അലോ എന്നതിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ഡോട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അഞ്ചാമത്തെ സെറ്റിങ്സ് നമ്മൾ ചെയ്യേണ്ടത്, വീണ്ടും സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ ചെയ്യേണ്ടത് അഡ്മിൻ എന്ന് സെർച്ച് ചെയ്യാം. അഡ്മിൻ സെർച്ച് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഡിവൈസ് അഡ്മിൻ ആപ്സും പറഞ്ഞ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫൈൻഡ് ഹബ്ബ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആക്കി കൊടുക്കണം. ഇത് എനേബിൾ ആക്കിയുള്ള ഗുണം, നിങ്ങൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ തന്നെ നിങ്ങളുടെ ഒരു മൊബൈൽ ഫോൺ അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക് നമുക്ക് ഡൗൺലോഡ് ആക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാളിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഇന്നൊരു വൈറസിൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു വാർണിംഗ് ആയിട്ട് തരുന്നതായിരിക്കും. അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആക്കേണ്ടത്. ഇത്രയും ഈ ഒരു 5 സെറ്റിങ്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കണം. ഈ 5 സെറ്റിങ്സ് ചെയ്യുന്നത് കൂടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ അറിയാതെ ചൂടാകുക, അതുപോലെ തന്നെ നിങ്ങൾ അറിയാതെ ഉപയോഗിക്കാത്ത സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ചാർജ് പെട്ടെന്ന് തീരുക, അതുപോലെ തന്നെ നിങ്ങൾ എടുക്കാത്ത സ്ക്രീൻഷോട്ട്, അതുപോലെ തന്നെ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ശബ്ദങ്ങൾ അത്തരത്തിലൊക്കെ നേരത്തെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഈ 5 സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ഡോട്ട് അടക്കമുള്ള എല്ലാവിധ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഭാവിയിലേക്കുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അകറ്റാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.